MT വാസുദേവൻ നായർ ഒരു പ്രസ്താവന നടത്തി. അക്രമവും കൊലയും നടത്തിയാൽ സ്വർഗം കിട്ടുമെന്നും അവിടെ ഹൂറിമാർ ബിരിയാണി വിളമ്പുമെന്നും ഒക്കെ കരുതുന്നതും മൗഢ്യമാണ്. അതിൽ നിന്ന് ആളുകൾ പിന്മാറണം എന്ന തരത്തിൽ MT വാസുദേവൻ നായർ ഒരു പ്രസ്താവന നടത്തി. ഈ പ്രസ്താവനയെ TG എങ്ങനെയാണ് കാണുന്നത്? അതൊരു സ്വാഭാവികമായ പ്രസ്താവനയാണ്. MT വാസുദേവൻ നായർ പൊതുവേ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാറില്ല. അതെ, വളരെ വല്ലപ്പോഴുമേ വാ തുറക്കുമ്പോൾ ഇത് പറയും. MTയുടെ നോവലുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഈ പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം MTയുടെ നോവലുകളിലുണ്ട്. MTയെ മനസ്സിലാക്കുന്നതിൽ പലരും പരാജയപ്പെട്ടു. അതിൽ MTക്ക് ഒരു പങ്കുണ്ട് കേട്ടോ. അതെ, എന്നെ മനസ്സിലാക്കണേ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ഒരാളല്ല MT. സൗകര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ എന്നുള്ള മട്ടിൽ അദ്ദേഹം എഴുതുന്നു. മനസ്സിലാക്കിയവർ പറയാറുമില്ല. മനസ്സിലാക്കിയവർ പറയാൻ മടിക്കുക. കാരണം MT അത് ഇഷ്ടപ്പെടാറുമില്ല. പൊതുവേ അങ്ങനെ ഒരു ലൈം ലൈറ്റിൽ ഒരു ബഹളത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല MT. പക്ഷേ അത്യാവശ്യം അദ്ദേഹത്തിന് തണുത്തേണ്ട മാർക്കറ്റിംഗ് ഒക്കെ മറ്റുള്ളവരാരെങ്കിലുമൊക്കെ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നോവലുകൾ പ്രശസ്തമാകുകയൊക്കെ ചെയ്യുകയും ചെയ്യും. അല്ലാതെ തീർത്തും സന്യാസിയാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ബട്ട് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ് MT. അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹത്തിൻ്റെ നോവലിലൂടെയാണ്. അത് കാണാൻ പലരും പരാജയപ്പെട്ടു. ഇപ്പോൾ ഞാൻ പറയാം, പള്ളിവാളും കാൽച്ചിലമ്പും ആ ചെറുകഥയാണല്ലോ പിന്നീട് നിർമാല്യമായിട്ട് മാറിയത്. അതെ, ആ നിർമാല്യമായിട്ട് മാറിയപ്പോൾ ഈ ചെറുകഥയിലില്ലാത്തൊരു സീൻ അതിൽ വന്നു. ഈ ദേവിയുടെ നേർക്ക് തുപ്പുക. കേരളത്തിലെ പുരോഗമനവാദികൾ എന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നൊരു രംഗമാണ്. ഇന്നത് ചിത്രീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇന്നത് ചിത്രീകരിക്കാൻ പറ്റും. ഇതിൻ്റെ അപകടം അന്ന് കണ്ടത് വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു. നിർമാല്യം ഇറങ്ങിയ സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഇതൊരു ഹിന്ദു ചിത്രമാണ്. ബഷീർ സാധാരണ അങ്ങനെ ഒരു കമൻ്റ് അടിക്കുന്നതല്ല, പ്രത്യേകിച്ചും MTയുടെ സിനിമയെ പറ്റിയൊക്കെ. അതേസമയം ബഷീർ വളരെ ബോൾഡാണ് താൻ. ബഷീർ ഇതിൻ്റെ അപകടം മുൻകൂട്ടി കണ്ടു. ഈ ദേവിയുടെ മുഖത്ത് തുപ്പുന്നതല്ല അതിനകത്തെ സിഗ്നൽ. അതിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് ആ ഒരു മുസ്ലിം കുഞ്ഞാലി. ഈ കുഞ്ഞാലി ഇവരുടെ ദാരിദ്ര്യം മുതലെടുക്കുന്നതാണ്. അതെ, അതാണ് അതിനകത്ത്. കുഞ്ഞാലിയാണ് ആ കഥയിലെ ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള വില്ലൻ. അല്ല, പച്ചയ്ക്ക് പറഞ്ഞാൽ ആ ദേവീ വിഗ്രഹത്തിൽ തുപ്പുന്ന പൂജാരിയുടെ ഭാര്യയെ പിഴപ്പിച്ച ആൾ കുഞ്ഞാലിയാണ്. പിഴപ്പിച്ചു എന്ന് പറയാൻ പാടില്ല. കാരണം ദാരിദ്ര്യം കൊണ്ട് നിക്കക്കളിയില്ലാതെ നാരായണി അപ്പോൾ കാശ് ചോദിക്കുമ്പോൾ പറയും, കാശൊക്കെ തരാം, വേറെ ചിലതൊക്കെ ഇങ്ങോട്ട് തരണം. നാരായണി വഴങ്ങുന്നു. കുഞ്ഞാലി ബലാത്കാരമൊന്നും ചെയ്തിട്ടില്ല. കുഞ്ഞാലി കാശ് കൊടുത്തിട്ട് ആ ബെൽറ്റ് ഇങ്ങനെ ടക്കെന്ന് പറഞ്ഞാൽ ആണല്ലോ വരുന്നത്. അപ്പോൾ വെളിച്ചപ്പാട് ചോദിക്കുന്നുണ്ട്, എൻ്റെ 4 കുഞ്ഞുങ്ങളെ പറ്റ നാരായണി നീയാണോ ഇതെന്ന് ചോദിക്കും. തകർന്നു പോകുന്നു ആ മനുഷ്യൻ. അതെ, സകല വിശ്വാസവും തകർന്നിട്ട് ആകെ ഇതിനൊക്കെ ഒരാശ്രയമായിട്ട് കണ്ടിരുന്ന ദേവിയാണ്. തൻ്റെ ഹൃദയരക്തം ദേവിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് തുപ്പുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇപ്പോൾ കിടന്നുപോയി. കിടന്നുപോയി കഴിഞ്ഞാൽ ഈ രക്തം നിവേദിക്കാൻ എന്താ മാർഗം? വായിൽ കൂടിയത് തുപ്പി. അതാണ് ആ സീൻ. അപ്പോൾ ബഷീറിന് ഇതറിയാം, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതല്ല ഇതിൻ്റെ മെസ്സേജ്. ദേവിയുടെ മുഖത്ത് തുപ്പുന്നതല്ല മെസ്സേജ്, ഈ ചതിയാണ്. ഈ ദേവീ വിഗ്രഹത്തിൽ തുപ്പിയതിനെ കാമ്പയിൻ ചെയ്ത് ഇനി പറ്റുമോ എന്ന് ചോദിക്കുന്നവർ കുഞ്ഞാലിയെക്കുറിച്ച് നിശബ്ദമാണ്. ഞാൻ പറയുന്നു, നിർമാല്യം ഇനിയും 100 തവണ റിലീസ് ചെയ്യണം. റിലീസ് ചെയ്താൽ ഇതിനെ എതിർക്കാൻ പോകുന്നത് ഈ ജിഹാദി മൈൻഡുള്ളവരായിരിക്കും, ഹിന്ദുക്കളായിരിക്കില്ല. ഹിന്ദുക്കളും പലരും ഈ പ്രൊപ്പഗൻഡയിൽ വീണുപോയിട്ടുണ്ട്, എനിക്കറിയാം. തീർച്ചയായും ദേവിയുടെ മുഖത്ത് തുപ്പിയത് ശരിയായില്ല. പക്ഷേ അതിലൂടെ ആ ഹിന്ദു സമൂഹത്തിനൊരു മെസ്സേജ് MT കൊടുക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് യുവർ റിയൽ എനിമി, അതർവൈസ് യു വിൽ ലാൻഡ് അപ്പ് ലൈക്ക് വെളിച്ചപ്പാട്. ഇതാണ് അതിൻ്റെ മെസ്സേജ്. നിങ്ങൾ നാളെ ഓരോ ഹിന്ദുവും വെളിച്ചപ്പാടായിട്ട് ഗതികെട്ട് കടന്നു പോകും, വായിൽ ചോരയുമായിട്ട് സ്വയം വെട്ടിമരിക്കും. വെട്ടാൻ പോലും വേറെ ആളുണ്ടാവില്ല. ഇതൊക്കെ MT കൊടുത്ത മെസ്സേജാണ്. ഇത് മനസ്സിലാക്കാതെ MT എന്തോ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, തകഴിയുടെ ചെമ്മീൽ വന്നങ്ങനെ തന്നെയല്ലേ, മുക്കുവൻ കടലിൽ പോയാൽ സ്ത്രീകൾ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കണമെന്ന് പറയുന്നിടത്ത് ഒരു പരീക്കുട്ടി വരുമ്പോഴാണ് ആ കുടുംബവും നശിച്ചു പോകുന്നു, എല്ലാവരും മരണത്തിലേക്ക് പോകുന്നത്. അത് ഈ ആ കടപ്പുറത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണത്. അത് പരീക്കുട്ടിയും കറുത്തമ്മയും അല്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ നടക്കാത്ത ഒരു കല്യാണത്തിന്
തകഴി കണ്ടെത്തിയ കഥാപാത്രങ്ങളാണ് പരിക്കുട്ടിയും കറുത്തമ്മയും. ഒരുപക്ഷെ പരിക്കുട്ടിക്ക് പകരം ഒരു ഹിന്ദു ആണെങ്കിൽ പണ്ടാളങ്ങ് പോട്ടെ കല്യാണം കഴിച്ചേക്കാം എന്നൊക്കെ വരുമായിരുന്നു. അപ്പോൾ ചെമ്പകുഞ്ഞിന് തൃപ്തിയില്ല അങ്ങനെയാണല്ലോ ആ കല്യാണം നടക്കാത്തത്. അല്ലാതെ കടപ്പുറത്ത് ഒരു ഈ പറഞ്ഞ പരിക്കുട്ടി മുതലാളി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കറുത്തമ്മയെ കിട്ടാൻ വലിയ കാര്യമൊന്നുമില്ല, കയ്യിൽ കാശൊക്കെ ഉണ്ട്, ആൾ മുതലാളിയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അത് ഇതില്ലായിരുന്നു. അപ്പോൾ ആ മൂല്യം കടപ്പുറത്ത് ഇപ്പോഴും നിൽപ്പുണ്ട്. പക്ഷേ അതിൽ ഒരു സന്ദേശം തകഴി കൊടുക്കുന്നില്ല. നിലനിൽക്കുന്ന മൂല്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി. അതാണ് ഇത്. ഫ്രാൻസിൽ ചെമ്മീൻ തർജ്ജമ ചെയ്ത് ഫ്രാൻസിൽ പോയപ്പോൾ ഫ്രഞ്ചുകാർ ആദ്യം ചോദിച്ചത് വാട്ട് ഈസ് സോ ബിഗ് അബൌട്ട് ഫിഷിംഗ് ആൻഡ് അതർ എഫ് വെച്ചുള്ള അടുത്ത വാക്കുണ്ട്. ഇത് തമ്മിൽ എന്താ ബന്ധം? അവർക്ക് മനസ്സിലാവുന്നില്ല മൂല്യം. ഭയങ്കര ലിബറൽ സൊസൈറ്റി ഒരു വിശ്വാസമാണല്ലോ. അവർ വിശ്വാസം അവർക്ക് ഫ്രഞ്ചുകാർക്കൊക്കെ ഉണ്ട്, അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് ഇയാൾ കടലിൽ പോകുമ്പോൾ ഇവളൊന്ന് കൂട്ടുകൂടി എന്ന് വിചാരിച്ചിട്ട് ആൾ ചാവേണ്ട കാര്യം എന്താ? അതെ അതെ. ഈ പ്രവൃത്തി ആ പ്രവൃത്തിയും തമ്മിൽ എന്താ ബന്ധം എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല ടി ജി, ഞാൻ കാരണം അവരെ സമയത്തോളം ഈ പ്രവൃത്തിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അവരെ സംബന്ധിച്ച് പറഞ്ഞ പോലെ ചായ കുടിക്കുന്ന പോലെ അല്ല. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുന്നത്, ദേവീ വിഗ്രഹത്തിലേക്ക് തുപ്പുന്ന ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ പിന്നിൽ കുഞ്ഞാലിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവന ആരും ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ MT വീണ്ടും ഇത് പറഞ്ഞിട്ട് പറയുന്നു ആ മറ്റുള്ളവരെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്നും അവിടെ ഹൂറിമാർ ബിരിയാണി വിളമ്പുമെന്ന് കരുതുന്ന കാലം കഴിഞ്ഞു, അത് മൗഢ്യമാണെന്ന് പറയുമ്പോൾ അതിനൊരു ആഗോള പ്രസക്തമായ ഒരു കാര്യമാണ്. അതെ അതെ. കാരണം ഇത്രയും കാലം ഒരുപക്ഷെ ആ മൗനിയായ MT കാത്തിരുന്നു. ഇപ്പോൾ 90 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും എൻ്റെ മെസ്സേജ് ആർക്കും മനസ്സിലാവുന്നില്ല. സോ ലെറ്റ് മീ മേക്ക് ഇറ്റ് സ്പെസിഫിക് ആൻഡ് എക്സ്പ്ലിസിറ്റ്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിക്കാണും. ഇത് അസുരവിത്തിലുണ്ട്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു ഹിന്ദു ചെറുപ്പക്കാരൻ മുസ്ലിം ആയപ്പോൾ ഉണ്ടായ ദുരന്തമാണ് MT അതിൽ കാണിക്കുന്നത്. എത്ര പേര് ആ മെസ്സേജ് മനസ്സിലാക്കി? അതിൽ തന്നെ ഈ മാപ്പിള ലഹളയെ പറ്റി MT പറയുന്നുണ്ട്. ലഹളക്കാർ വരുന്നതും അവരെ മുരിയെ വെട്ടി ശാപ്പാടൊക്കെ കൊടുത്തിട്ട് വേറൊരു ഹാജിയാർ അവരെ തിരിച്ചുവിടുന്നതും ഈ പ്രദേശത്തൊക്കെ നമ്മുടെ പിള്ളേരാണ്, ഇവിടെ കളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടുന്നത്. ഇതെല്ലാം MT, SK പൊറ്റക്കാട്, ഒരു ദേശത്തിൻ്റെ കഥയിൽ ജഗള എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെയുണ്ട് SK പൊറ്റക്കാട്. ഇതൊന്നും വായിച്ച് നിങ്ങൾ മെസ്സേജ് എടുക്കില്ല. എന്നിട്ട് ഇവരെ ബ്ലാങ്കറ്റായിട്ട് അങ്ങേര് തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചു സ്വതന്ത്രനായിട്ട്. SK പൊറ്റക്കാട് എന്ത് ചെയ്യണം? ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ആളല്ലേ അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. MT പല ലേഖനങ്ങൾ അവിടെ ഇവിടെയൊക്കെ പ്രസംഗിച്ച് കാണും. നോട്ട് നിരോധനം ഒരു മോശമായി പോയി എന്ന് പറഞ്ഞ് MT വാസുദേവൻ പറഞ്ഞു. ഉടനെ അങ്ങേരുടെ തലയ്ക്ക് കയറി. ശരി, പറഞ്ഞു അങ്ങേർക്ക്. അപ്പോൾ അങ്ങേരുടെ അഭിപ്രായം അതാണ്. ആ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കി അഭിപ്രായങ്ങൾ മുഴുവൻ അപ്രസക്തമാകുന്നില്ല. ഏതായാലും നമ്മുടെ ഈ നിർമാല്യത്തിലെ പൂജാരിയുടെ ഭാര്യയെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെ പിന്നിൽ ഒരു കുഞ്ഞാലിയാണ് എന്ന് വളരെ കൃത്യമായി MT പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മലയാളികൾ വായിച്ചിട്ടില്ല, തിരിച്ചറിഞ്ഞവർ പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെയാണ് ദുരവസ്ഥയുടെ കാര്യം. ദുരവസ്ഥ ഇദ്ദേഹം എഴുതി ബഷീർ ഇത് ചൂണ്ടിക്കാണിച്ചു. അതെ, ബഷീർ ഇതിനെ ഡിറോഗേറ്ററി ആയിട്ടാണ്, ഇതൊരു ഹിന്ദു ചിത്രമാണെന്ന് ബഷീർ പറഞ്ഞു. എന്നിട്ടും മെയിൻ സ്ട്രീം ഹിന്ദുവിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഇത്രയും വർഷമായിട്ട് MTക്ക് ഇത് ആവർത്തിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അല്ല, MT അപ്പോൾ ഒരു ഹിന്ദു പക്ഷപാതിയായ എഴുത്തുകാരൻ എന്നാണോ TG വില? പക്ഷപാതി എന്ന് ഞാൻ പറയില്ല, നിഷ്പക്ഷനായ ഒരാളാണ്. നിഷ്പക്ഷനായ ഒരു സാമൂഹ്യ നിരീക്ഷകൻ. നിഷ്പക്ഷനായ സുനിലിന് ഒരു കാര്യം അറിയാമോ? ഈ മാറാട് സംഭവം നടന്നു കഴിഞ്ഞ് മാറാട് കമ്മീഷൻ കുറേ മാന്യന്മാരെ വിളിച്ചിട്ട് അവരുടെ മൊഴിയെടുത്തിരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന്. അതിൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ MT വാസുദേവൻ നായരാണ്, P പരമേശ്വരനാണ്. MT വാസുദേവൻ നായർ കൊടുത്ത മൊഴിയുണ്ട് മാറാട് സംഭവത്തെപ്പറ്റി. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വീക്ഷണം അതിൽ തെളിഞ്ഞു കാണാം. ഐ ഹാവ് എ കോപ്പി ഓഫ് ദാറ്റ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ MT അങ്ങനെ ഒരു ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കുക, കൂലിക്കുക അങ്ങനെ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് MT പക്ഷം പിടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. MT എന്നും നിഷ്പക്ഷനായിരുന്നു. അപകടങ്ങളെ മുൻകൂട്ടി കണ്ടത് ഈ സാഹിത്യകാരന്മാർ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നൊക്കെ പറയുമല്ലോ. ആ രീതിയിൽ ഇത് നേരത്തെ കണ്ടറിഞ്ഞ് 70s കണ്ടറിഞ്ഞ മനുഷ്യനാണ് MT. MTയുടെ കുത്ത് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കിയ ബുദ്ധിജീവിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ.
ഇതെല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ ഈ ബഹളമൊക്കെ നടത്തി പിന്നെ അവസാനം MT നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതുവരെ ഇവർക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നാൽ ഇനി പച്ചയ്ക്ക് പറഞ്ഞേക്കാം. അല്ല, MD ഇപ്പോൾ നിഷ്പക്ഷനായ MD വാസുദേവൻ നായർ ഇത് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും സാംസ്കാരിക നായകരും വിശിഷ്യ മാധ്യമങ്ങളും ഇതൊരു വലിയ വാർത്തയാക്കി ചർച്ചയാക്കി മാറ്റേണ്ടതല്ലേ? അവർ ചെയ്യില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് ക്യാൻസൽ കൾച്ചർ എന്ന് പറയും. നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം വലിയൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പറഞ്ഞില്ല എന്നങ്ങ് ഭാവിക്കുക, റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, അതിൻ്റെ വിഷ്വൽസ് എല്ലായിടത്തു നിന്നും എടുത്ത് കളയുക. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇത് പൊക്കിക്കൊണ്ടുവരും. ഇത്ര ക്രെഡിബിലിറ്റി അല്ലേ ഉള്ളൂ സോഷ്യൽ മീഡിയയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാളെ സോഷ്യൽ മീഡിയ മെയിൻ സ്ട്രീം മീഡിയയായി വിഴുങ്ങും. ഒരു പട്ടി പോലും ഇവരെ തിരിഞ്ഞു നോക്കാതെയാവും ഇതുപോലത്തെ കള്ളക്കളി കളിച്ച്. അല്ല, ഇത് പറയുമ്പോൾ നമ്മൾ ആശാനെ കുറിച്ച് ഓർക്കണം. ആശാൻ്റെ ഏറ്റവും മഹത്തായ കാവ്യങ്ങളിലൊന്നാണ് ദുരവസ്ഥ. ദുരവസ്ഥയിലെ ഒരു സ്റ്റാൻസ് പോലും നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ പോലും കിട്ടിയിട്ടില്ല. കൊടുക്കില്ല. അയ്യോ, സച്ച് വലിയ ആറ്റം ബോംബല്ലേ ആശാൻ വെച്ചിരിക്കുന്നത്. ദുരവസ്ഥയിൽ പച്ചയ്ക്ക് ആശാൻ വിവരിക്കുന്നു ഈ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം. പക്ഷേ അത് കേരളത്തിന് താങ്ങാൻ പറ്റുന്നില്ല. അതിന് പകരം വാര്യംകുന്നനെ ഹീറോ ആയിക്കൊണ്ട് നടക്കുകയാണ്. കേരളത്തിനാണോ കേരളത്തിലെ ചില വിഭാഗങ്ങൾക്കാണോ? നല്ലൊരു വിഭാഗത്തിന് അത്രയല്ല, ജനറൽ ബ്ലാങ്കറ്റായിട്ട് കേരളത്തിനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ ഞാൻ പറയും. ഒരു 5% വല്ലതും തിരിച്ചാലോചിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഇതിൻ്റെയൊക്കെ വിക്റ്റിമായിട്ടുള്ള ഒരു ജനതയുണ്ടല്ലോ, അവരൊന്നും ഇത് അറിയുന്നില്ല. അതാണ് ബ്രെയിൻ വാഷിങ്ങിൻ്റെ തലച്ചോറ് അലക്കലിൻ്റെ ഗുണം. അതാണ് ബ്രെയിൻ വാഷിങ്ങിൻ്റെ ഗുണം. അതാണ് ഇൻഡോക്ട്രിനേഷൻ ഇപ്പുറത്തൂടെ നടത്തുക. നിരപരാധികളാണ്. നിങ്ങളെന്തോ കുഴപ്പം കാണിച്ചവരാണ്. ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ കാരണം ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലിയായിട്ട് നിന്നു. മാപ്പിള ലഹളയിൽ ഇത് തന്നെ സംഭവിച്ചു. ബ്രിട്ടീഷുകാരുടെ അനുകൂലികളായിട്ട് ഹിന്ദുക്കൾ നിന്നു. അത് സ്വാതന്ത്ര്യ സമര സേനാനികളായ മുസ്ലിങ്ങൾക്ക് പിടിച്ചില്ല, ഹിന്ദുക്കളെ കൊന്നു. ഇതാണ്. അല്ലാതെ അതൊരു ഹിന്ദു മുസ്ലിം ലഹളയല്ല, ബ്രിട്ടീഷ് ലഹളയാണ്. അപ്പോൾ ബ്രിട്ടീഷിൻ്റെ കൂടെ ഏത് ഹിന്ദു? പിന്നെ പറയുന്നത് കർഷക ലഹളയായിരുന്നു. ഏത് കർഷകൻ? എന്തുകൊണ്ടാണ് മുസ്ലിം ജന്മിമാർ കൊല്ലപ്പെടാഞ്ഞത്? ഹിന്ദു ജന്മിമാർ കൊല്ലപ്പെടുകയും മുസ്ലിം ജന്മിമാർ കൊല്ലപ്പെടുകയും ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നവരുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം അതാണ്. ഹിന്ദുവിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയി സ്വർഗരാജ്യം കിട്ടുമെന്ന് അവിടെ പോയി കഴിഞ്ഞപ്പോൾ MT വാസുദേവൻ നായരുടെ ഗോവിന്ദൻകുട്ടിയെ പോലെ 4-ാം നമ്പറായിട്ട് മാറി. പുല്ല് പോടാന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നു. തിരിച്ചു വരുന്നത് വലിയൊരു അപരാധമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ അവരെ കൊല്ലുന്നു. ഇങ്ങനെ ആദ്യമായിട്ട് ദളിത് പിന്നോക്ക വിഭാഗത്തിലെ ആളുകളെ കൊലപാതകം നടത്തിയാണ്. അത് വ്യാപകമായി. പിന്നെ അത് ഇവർ സ്ട്രെയിഞ്ച് റിപ്പോർട്ട് എന്ന് മലബാറിൽ സ്ട്രെയിഞ്ചിനെ കൊണ്ടുവന്നു. അയാളെ കൊണ്ട് അടിച്ചമർത്താൻ നോക്കി. പിന്നെ അങ്ങോട്ട് അങ്ങ് വലുതായി വന്നു. ഏതായാലും കുഞ്ഞാലിയെ തുറന്നു കാട്ടിയ MT വാസുദേവൻ നായർ പുതിയൊരു വെളിപ്പെടുത്തലും തിരിച്ചറിവും മലയാളിക്ക് മുന്നിൽ വെച്ചിരിക്കുകയാണ്. സാക്ഷര കേരളം, സാംസ്കാരിക കേരളം, ഇനിയെങ്കിലും മലയാളി സത്യം മനസ്സിലാക്കാൻ എങ്ങനെ തിരിച്ചറിയുമെന്ന് എനിക്ക് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഉണ്ട് എന്ന് വിചാരിക്കണം. കാരണം പ്രതീക്ഷ തീരെ മങ്ങി എന്ന് വന്നപ്പോഴാണ് MT ചെറുതായിട്ട് ഒരു തിരി കൊളുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷ ഏതായാലും ആ തിരി കത്തിപ്പടരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.